ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ മപ്പാസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ പ്രോൺസ് എടുത്ത് നന്നായിട്ട് തോടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള വേണം. വലിയ സവാള എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അടികട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടാൽ മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെ റോ സ്മെൽ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക.
എന്നിട്ട് 1 മിനിറ്റ് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോൺസ് അതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയെല്ലാം പ്രോൺസിനുള്ളിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ അതിലേക്ക് ഒരു 1.25 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഗ്രേവി എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ 1.25 കപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1 പാൽ 2 പാൽ അങ്ങനൊന്നുമില്ല, എല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ട് ഒരു 1.25 കപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നടുവെ കീറിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി അത് അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ് വേവിച്ചെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇളക്കി നോക്കുക. പ്രോൺസ് നന്നായിട്ട് വെന്ത് കിട്ടണം. ഒരുപാട് നേരമൊന്നും വേണ്ട, കുറച്ച് നേരം മതിയാവും. ഇനി അതിലേക്ക് 1 പാല്, നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചെമ്മീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.